കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സമരയാത്രയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി വടകര MLA KK രമ ഉദ്ഘാടനം ചെയ്തു. 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. അഞ്ചുവിളക്ക് പരിസരത്ത് എത്തിച്ചേർന്ന സമരയാത്രയെ KK രമ MLA ഉൾപ്പെടെയുള്ള വടകര നിവാസികൾ സ്വീകരിച്ചു. തുടർന്ന് ബാൻഡ് വാദ്യങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടുകൂടി സമരയാത്ര പുതിയ ബസ് സ്റ്റാൻഡിലെ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു. ജാഥ ക്യാപ്റ്റൻ MA ബിന്ദുവിനെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഹാരാർപ്പണം ചെയ്തു. ആശമാരുടെ സമരയാത്ര പൊരുതുന്ന കേരള സമൂഹം ഹൃദയത്തിലേറ്റുന്നുവെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KK രമ MLA പറഞ്ഞു. സ്ത്രീകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നടക്കുന്ന ഐതിഹാസിക സമരമാണിത്. എന്നും സാധാരണ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമൊരുക്കുന്ന സർക്കാരിന്റെ ധാർഷ്ട്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അവർ കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ട ഭരണത്തിന്റെ ആളുകളോടും നേതാക്കന്മാരോടും ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. കേന്ദ്രമാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് 2006 എന്നറിയാം. കേന്ദ്ര സ്കീമാണ്. ആ കേന്ദ്ര സ്കീം എന്തിനാണ് പ്രഖ്യാപിച്ചത്? കേന്ദ്ര സ്കീം പ്രഖ്യാപിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും അവരുടെ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഓരോ സംസ്ഥാനങ്ങളിലും ജനജീവിതം നല്ല സാധാരണഗതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ആവശ്യമായ സംവിധാനത്തിലേക്ക് അവർക്ക് മുതൽക്കൂട്ടാവാൻ, അവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരം സ്കീമുകൾ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആ സ്കീം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ നടത്തിപ്പുകാരും അതാത് സംസ്ഥാന ഗവൺമെന്റുകളാണ്. അതാത് സംസ്ഥാന ഗവൺമെന്റുകളാണ് ഓണറേറിയം പ്രഖ്യാപിക്കേണ്ടത്. ആ പ്രഖ്യാപിക്കേണ്ട ഓണറേറിയം എന്ന് പറയുന്നത് ഇവരുടെ വേതൻ ജോലിക്കാണ്. അവർ ചെയ്യുന്ന ജോലിക്കും അവർ ചെയ്യുന്ന പ്രവർത്തനത്തിനുമാണ് അവർ കൂലി ചോദിക്കുന്നത്. അല്ലാതെ പിണറായി വിജയന്റെ ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട്, അടുക്കള ക്യാബിനറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാർ കൊടുക്കുന്ന നികുതിപ്പണം, ആ നികുതിപ്പണം ഈ നാട്ടിലെ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടതാണ്. ഇവർ കേന്ദ്ര സ്കീം എന്ന് പറയുമ്പോൾ ഇവർ പണിയെടുക്കുന്നത് കേരളത്തിലാണ്. ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP മിനിക അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്വാഗത സംഘം ഭാരവാഹി കിഷോർ വണ്ണാറത്ത് സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സതീശൻ കുരിയാടി, RMPI ഭാരവാഹി സദാശിവൻ, മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് അസീസ് മാസ്റ്റർ, ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജിത്ത്, കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമര സമിതി നേതാവ് TC രാമചന്ദ്രൻ, CPI MC റെഡ് സ്റ്റാർ നേതാവ് വേണുഗോപാലൻ കുനിയിൽ, KHWA സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ, ജില്ലാ പ്രസിഡന്റ് CC മിനി തുടങ്ങിയവർ സംസാരിച്ചു. ശേഷം വൈറ്റ് റോസ് കലാസംഘം അവതരിപ്പിച്ച ആശാഭരിതം നാടകവും ഗാനസദസ്സും അരങ്ങേറി. നമ്മുടെ സർക്കാരല്ലേ നൽകുന്നത്? ഗിരീഷേ, ഒരു തുണ 1000 പ്രാവശ്യം ആവർത്തിച്ചാൽ ഒന്നും സത്യാവില്ല. പോണ്ടിച്ചേരിയില് 18,000 രൂപ ആശമാർക്ക് ഓണറേറിയം ഉണ്ട്. സിക്കിമിൽ 10,000 രൂപയും. പിന്നെ മറ്റ് സംസ്ഥാനത്തെ ജീവിത ചെലവും നിലവാരവുമാണോ കേരളത്തില്? മാത്രമല്ല, പശ്ചിമ ബംഗാളിൽ 5 ലക്ഷം രൂപ വിരമിക്കലാനുകൂല്യമുണ്ട്. ആന്ധ്രയിൽ 1.5 ലക്ഷവും. ഇവിടെ കേരളത്തിൽ 1 രൂപയുണ്ടോ? ഒരായുസ് മുഴുവൻ പണിയെടുത്തിട്ട് വെറുതെ പറഞ്ഞു വിടുവാണോ വേണ്ടത്? നിങ്ങൾ എന്താ കേന്ദ്രത്തോട് സമരം ചെയ്യാത്തത്? ആശമാരെ തൊഴിലാളികളെ അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരല്ലേ? തൊഴിലാളികളായി അംഗീകരിക്കുന്നതുവരെ ഞങ്ങൾ പട്ടിണി കിടക്കണോ? പല പ്രാവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അത് ആദ്യം ചെയ്യ്, എന്നിട്ടാവാം. പൊന്നോളെ, സർക്കാർ വല്ലാത്ത സാമ്പത്തിക ഞെരുക്കത്തിലാന്നേ. എന്നിട്ടാണോ PSC മെമ്പർമാരുടെ ശമ്പളം 1.5 ലക്ഷം രൂപയോളം കൂട്ടിയത്? KV തോമസിന്റെ യാത്രാബത്ത വർദ്ധിപ്പിച്ചത്? മാത്രമോ, മന്ത്രിമാരുടെ വാഹനം മാറ്റി വാങ്ങാൻ 100 കോടി അനുവദിച്ചത്. സ്വിമ്മിംഗ് പൂളിൽ ലക്ഷങ്ങൾ. സർക്കാരിന്റെ 4ാം വാർഷികത്തിന് കോടാനുകോടിയല്ലേ ചെലവ്? പാവപ്പെട്ടവൻ കൂലി ചോദിച്ചാൽ, ക്ഷേമ പെൻഷൻ ചോദിച്ചാൽ സാമ്പത്തിക ഞെരുക്കം. അതൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും ആശാമാരുടെ സമരയാത്രക്ക് ഇവിടെ സ്വീകരണം നൽകാൻ 'ന്യൂസ് ബ്യൂറോ മീഡിയ വടകര'.
വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.